നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ മണ്ഡലത്തിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയിൽ വികാരാധീനനായി LDF സ്ഥാനാർത്ഥിയും മുൻ MLAയുമായ കോവൂർ കുഞ്ഞുമോൻ. ദീർഘകാലം കുന്നത്തൂരിനെ പ്രതിനിധീകരിച്ച അദ്ദേഹം പരാജയവാർത്ത പുറത്തുവന്നതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കവേ വിതുമ്പിക്കരയുന്ന കാഴ്ച മണ്ഡലത്തിലെ അണികളെയും വോട്ടർമാരെയും ഒരേപോലെ അമ്പരപ്പിച്ചു. തോൽവി അംഗീകരിക്കുന്നുവെന്നും എന്നാൽ എവിടെയാണോ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള പണം കണ്ടെത്താനായി താൻ ഏറെ ആഗ്രഹിച്ചു വാങ്ങിയ കാർ വിൽക്കേണ്ടി വന്നുവെന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തുകയുണ്ടായി. എന്തായാലും ഇത് രാഷ്ട്രീയ വൃത്തങ്ങൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. കാർ അങ്ങനെ അദ്ദേഹം ചുമ്മാ മേടിച്ചതല്ല, പകരം മുഖ്യമന്ത്രി പിണറായി വിജയൻ കറുത്ത കാർ വാങ്ങിയപ്പോൾ തനിക്കും അതുപോലൊരെണ്ണം വേണമെന്ന ആഗ്രഹം തോന്നിയെന്നും വിവിധ ചിട്ടികളിൽ ചേർന്ന് സ്വരുക്കൂട്ടിയ പണം കൊണ്ടാണ് 27 ലക്ഷം രൂപയുടെ കാർ വാങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പ്രചരണ ചെലവുകളും കാരണം ആ വാഹനം വിൽക്കേണ്ടി വന്നുവെന്നും എങ്കിലും അതിൽ തനിക്ക് പരിഭവമില്ല, വരും ദിവസങ്ങളിലും ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുന്നത്തൂരിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് കോവൂർ കുഞ്ഞുമോൻ ആരോപിച്ചു. പാർട്ടിയുടെ കോട്ടയായി അറിയപ്പെടുന്ന മണ്ഡലത്തിൽ ഇത്രയും വലിയ വോട്ട് വ്യത്യാസം എങ്ങനെ സംഭവിച്ചു എന്നത് ഗൗരവമായി പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് മണ്ഡലങ്ങളെപ്പോലെയല്ല കുന്നത്തൂരെന്നും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. UDF സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂർ 25,314 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിനാണ് കോവൂർ കുഞ്ഞുമോനെ പരാജയപ്പെടുത്തിയത്. ഉല്ലാസ് കോവൂർ 81,488 വോട്ടുകൾ നേടിയപ്പോൾ കുഞ്ഞുമോന് 56,174 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. NDA സ്ഥാനാർത്ഥി രാജീവ് പ്രസാദ് 24,841 വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തുമെത്തി. കൊല്ലം ജില്ലയിലെ ഏക SC സംവരണ മണ്ഡലമായ കുന്നത്തൂരിൽ 2001 മുതൽ തുടർച്ചയായി വിജയിച്ചു വരികയായിരുന്നു കോവൂർ കുഞ്ഞുമോൻ. കാൽ നൂറ്റാണ്ടോളം നീണ്ട കുഞ്ഞുമോൻ യുഗത്തിനാണ് ഈ പരാജയത്തോടെ അന്ത്യമായിരിക്കുന്നത്. കുന്നത്തൂർ, മൈനാഗപ്പള്ളി, പോരുവഴി, ശാസ്താംകോട്ട, ശൂരനാട് വടക്ക്, ശൂരനാട് തെക്ക്, പടിഞ്ഞാറേക്കല്ലട, കിഴക്കേക്കല്ലട, മൺട്രോത്തുരുത്ത്, പവിത്രേശ്വരം എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കുന്നത്തൂർ മണ്ഡലം. ചരിത്രപരമായി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് ഈ മണ്ഡലത്തിനുള്ളത്. 2016 RSP ഔദ്യോഗികമായി UDF പാളയത്തിലേക്ക് മാറിയപ്പോൾ ഇടതുപക്ഷ നിലപാടിൽ ഉറച്ചുനിന്ന് RSP ലെനിനിസ്റ്റ് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചാണ് കോവൂർ കുഞ്ഞുമോൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. 2021 വരെ ഈ പരീക്ഷണം വിജയിച്ചെങ്കിലും ഇത്തവണ UDFിലെ RSP സ്ഥാനാർത്ഥി തന്നെ മണ്ഡലം തിരിച്ചുപിടിച്ചത് കുഞ്ഞുമോന് കനത്ത തിരിച്ചടിയായി. പരമ്പരാഗതമായി ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന വോട്ടർമാർ ഇത്തവണ ഭരണവിരുദ്ധ വികാരത്തിനോ വികസന മുരടിപ്പിനോ പ്രാധാന്യം നൽകിയോ എന്നത് ഇടതുമുന്നണിക്ക് മുന്നിലെ വലിയ ചോദ്യചിഹ്നമാണ്. വികസന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത കുന്നത്തൂരിലെ വോട്ടർമാർ ജനപ്രതിനിധികളുടെ പ്രവർത്തന മികവിൽ പോരായ്മകൾ കാണുമ്പോഴൊക്കെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ചരിത്രമാണുള്ളത്. തന്റെ ജീവിതത്തിലെ വലിയൊരു സമ്പാദ്യം പോലും തെരഞ്ഞെടുപ്പിനായി ചെലവഴിച്ചിട്ടും ജനങ്ങൾ കൈവിട്ടതിലുള്ള സങ്കടമാണ് കോവൂർ കുഞ്ഞുമോന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചത്. എങ്കിലും താൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും കുന്നത്തൂരിലെ സാധാരണക്കാർക്കൊപ്പം ഇനിയും തുടരുമെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്.